ഹലോ ഗൈസ്, അപ്പം നമുക്ക് അടിപൊളിയായിട്ടൊരു ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകും ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വാടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യുക. എന്നിട്ടത് നന്നായി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. നമ്മൾ മുളകും പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനൊക്കെ നോക്കിയിട്ട് നമ്മളതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പൊടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. ഞാൻ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരണം. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് അത് കുക്കാവണം. കുക്കായതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ നമ്മളെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും ഞാൻ ഇപ്പോൾ ഇവിടെ പൊറാട്ടൻ്റെ കൂടെ കഴിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.